അതിശക്തിയാണ്. സർവഭൂതങ്ങളിലും ശ്വാസമായി തപമിരിക്കുന്നവൾ, മനുഷ്യന്റെ നാഡിയിൽ ജ്വലിക്കുന്ന കുണ്ടലിനി ശക്തിയാണ് ഞാൻ. ഗ്രഹനക്ഷത്രങ്ങളുടെ കണ്ണിയാണ് ഞാൻ. വിഷ്ണുവിന്റെ സുദർശനവും ഞാൻ തന്നെ, മഹാദേവന്റെ ത്രിശൂലവും ഞാൻ തന്നെ. നിന്റെ അന്ധമായ അഹങ്കാരത്താൽ നീ മഹാദേവനെ അപമാനിക്കുകയാണ് ചെയ്തത്. ഈ ക്ഷണം തന്നെ എനിക്ക് നിന്നെ വധിക്കുവാൻ സാധിക്കും. പക്ഷെ നീ ഈ ശരീരത്തിന്റെ പിതാവായി പോയി. ഈ കർമ്മം ചെയ്തുകൊണ്ട് പിതൃഹത്യാ പാപത്തിന് കർമ്മബന്ധിതയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രജാപതി, നിന്റെ അജ്ഞതയുടെയും അഹങ്കാരത്തിന്റെയും കാരണത്താലാണ് ഈ ശരീരത്തെ ഞാൻ ഇന്ന് ത്യജിക്കുന്നത്. മഹാദേവൻ പത്നിവിഹീനനായിരിക്കുന്നതാണ്. സമസ്ത പ്രപഞ്ചത്തിന്റെയും രക്ഷിതാവായ ശിവൻ ഒരിക്കലും ഇനി ജന്മമെടുക്കില്ല. മഹാദേവന്റെ ക്രോധത്തിന് ഭാജനമാകുവാൻ തയ്യാറായാലും പ്രജാപതി, അതൊരിക്കലും നീ മാത്രമല്ല, സമസ്ത പ്രപഞ്ചവും അനുഭവിക്കേണ്ടതായി വരും നിന്റെ ദുഷ്കർമ്മങ്ങളുടെ പരിണാമം. എന്റെ മഹാദേവനെ ഈ തരുണം നമിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ യോഗ്യ ശരീരത്തെ സ്വയം ഊർജിതമായ യോഗാഗ്നിയിൽ ഭസ്മീകരിക്കുകയാണ്.